ശ്രീ KGM-CT സമരവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അവരുടെ എൻട്രി കേഡറുമായി ബന്ധപ്പെട്ട ശമ്പള പരിഷ്കരണം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്നലെ പുറത്തു വന്നു. പക്ഷേ അവരുടെ 2016 മുതലുള്ള ഈ പരിഷ്കരിച്ച ശമ്പളത്തിന്റെ കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായി പറയുന്നത്. അപ്പോൾ ചെയ്ത ജോലിയുടെ ശമ്പളം കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് KGM-CT ഇപ്പോഴും പറയുന്നത്. അതുമാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ ഒരു OP ബഹിഷ്കരണം, അനിശ്ചിതകാല OP ബഹിഷ്കരണമൊക്കെ അവർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് ചർച്ചയുടെ ഭാഗമായി നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി അത് അങ്ങനെ ഒരു അനുകൂലമായൊരു ഉത്തരവ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചർച്ചകൾ നടത്തി, അത് അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി വീണ്ടും സമരത്തിലേക്ക് പോകും, ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനോട് എന്താണ് കാര്യങ്ങളാണ് ഇതിലൊന്ന് എൻട്രി കാഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ഉത്തരവ് ഇറക്കിയതിൽ അത് അല്ല, അതിൽ മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അത് ഫിനാൻസിനോട് നമ്മൾ അഭ്യർത്ഥിച്ചു. അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ധനകാര്യ വകുപ്പ് എടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. UGC സ്കെയിലിലുള്ള വേതനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് സുപ്രീം കോടതിയിൽ കേസുണ്ട് സമാനമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് ഇതിൻ്റെ മറ്റു വശങ്ങളും അന്ന് വകുപ്പ് അറിയിച്ചത് നിയമ ഉപദേശം തേടിയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അത് ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നിയമ വിദഗ്ധരും അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതികളുടെ മുൻപിൽ നിലനിൽക്കുന്ന കേസുകളുടെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ അതിൽ തീരുമാനം ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും അതിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള, അതായത് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുകളാണ് തന്നെ പൊതുവിൽ ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതെന്താണ് എന്നുള്ളത് നോക്കാം. കാരണം ഇത് നമുക്ക് ടെക്നിക്കലി ആ നിലയിൽ സർക്കാരിന് തീരുമാനമെടുത്ത് പോകാൻ കഴിയുന്ന നിലയിലല്ല എന്നുള്ളതാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിൽ KGM-CTക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും കേൾക്കും. വകുപ്പിന്റെ നിയമ ഉപദേശം കൂടി നിയമ വിദഗ്ധരുടെ ലഭിക്കട്ടെ. ഈ ആന്റണിയും MPയും ഒക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാദമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ഇലക്ഷന്റെ സമയത്ത് 2 കോടി രൂപ വാങ്ങിച്ചിട്ട് 20 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു കൊടുത്തത് എന്ന് ഈ NM രാജു ഒരു പരാതിയൊക്കെ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓരോരോ സത്യങ്ങളായിട്ട് പുറത്തു വരുമല്ലേ, വരട്ടെ. 2 കോടി രൂപ ഇലക്ഷന് ചെലവഴിച്ചിട്ടുണ്ടോ? അതിന് കണക്കുണ്ടോ? ഏത് അക്കൗണ്ടിലാണ് വന്നത്? ആനുവൽ നമ്മുടെ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കണമല്ലോ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ മുൻ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ KP ഉദയഭാനു അദ്ദേഹം പറഞ്ഞ കാര്യം അതിൽ ഒരു ഭാഗം ശരിയാണ് എന്നുള്ളത് വന്നല്ലോ. രണ്ടാമത്തെ ഭാഗം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് തന്ത്രിയുടെ പണമാണ് എന്നുള്ളതിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പുറത്തു വരട്ടെ. സത്യം ഒളിച്ചു വെക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ കള്ളം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമ്പോഴേക്കും സത്യം സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെ സത്യം ജയിക്കും. സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ആരോപണം അല്ലല്ലോ. ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം 2 കോടി രൂപ കൊടുത്തു എന്ന് പറയുക. ആ 2 കോടി രൂപ ഇലക്ഷനിൽ ചെലവഴിച്ചോ? അങ്ങനെയാണെങ്കിൽ ആ ഇലക്ഷൻ്റെ ഈ ചെലവ് സമർപ്പിച്ചപ്പോൾ അത് കാണിച്ചിട്ടുണ്ടോ? ഈ 2 കോടി രൂപ എവിടെ? അങ്ങനെയാണെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങിച്ചത്? ആ ഡോക്യുമെൻറ്റിൽ അത് കൊടുത്തിരുന്നോ? സത്യവാങ്മൂലത്തിൻ്റെ മുമ്പാണോ കൊടുത്തത്? അതിനുശേഷമാണോ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ പിന്നീട് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഇത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല. തിരിച്ചു കൊടുത്തെങ്കിൽ അതിന് തക്കവണ്ണമുള്ള റിട്ടേൺസ് ഉണ്ടോ? അത് കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമല്ലേ? ഇത് കേരള സമൂഹത്തിന് മുൻപിലുള്ള കാര്യമാണ്. എനിക്കത് സംബന്ധിച്ച് ഒരു കാര്യമേ പറയാനുള്ളൂ. സത്യം പുറത്തു വരും. സത്യം മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF കൺവീനറുടെ മൊഴിയെടുത്ത ഒരു സാഹചര്യം, അത് തന്നെയാണ് പറഞ്ഞത്. ചിലരുടെ വലിയ വ്യഗ്രത കണ്ടപ്പോഴേ ഇതിൽ പറയാൻ അദ്ദേഹമാണല്ലോ മുന്നിൽ നിന്നിരുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ വന്ന ചിത്രം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഉത്തരം പറയേണ്ടവർ ഉത്തരം പറയട്ടെ, സത്യം പുറത്തു വരട്ടെ.